അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ പൂർത്തിയാവുന്നത് 20 വീടുകൾ. മീനാക്ഷി രാജു ദമ്പതികളുടെ വീടും പൂർത്തിയായവയിൽ ഉൾപ്പെടുന്നു. വീടെന്ന സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണിവർ. 2021 സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. 2021 ജൂലൈ മുതൽ 2022 ജനുവരി വരെ നീണ്ടുനിന്ന ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദാരിദ്ര്യരെ കണ്ടെത്താനുള്ള പ്രക്രിയ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയത്. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, പാർപ്പിടം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യരെ കണ്ടെത്തിയത്. തിരുനെല്ലിയിലെ മീനാക്ഷിയും രാജുവും പുതിയ വീട്ടിലേക്ക് മാറിയത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ്. വെയിലും മഴയുമേറ്റ് ദുരിതമനുഭവിച്ച പഴയകാലം അവർക്ക് ഇന്നൊരു ഓർമ്മ മാത്രമാണ്. അതുവരെ ചോർന്ന വീടാണ്, വീട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടത് ഒരു വീട് തന്നെ ഞങ്ങൾക്ക്. അല്ലെങ്കിൽ വീടുമില്ല, ഒന്നുമില്ല, കുടിയുമില്ല. ആ സ്ഥിതിയിലായിട്ടുണ്ടായി. എങ്ങനെയാന്ന് പറഞ്ഞാൽ ചോർന്നുണ്ടായി വല്ലാണ്ട് വീട്. അങ്ങനത്തെ ഒരു വാർപ്പ് വീടാ തന്നത്. അത് വല്ലാണ്ട് ചോർന്നുണ്ടായി, വെള്ളത്തിൽ ഇങ്ങനെ. 112 പേരാണ് അതിദാരിദ്ര്യ പട്ടികയിൽ തിരുനെല്ലി പഞ്ചായത്തിലുള്ളത്. ഭക്ഷണം, മരുന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പേർക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 20 വീട് ഇത്തരത്തിൽ നിർമ്മിച്ച് വരുന്നുണ്ട്. അതിൽ 4ഓളം വീടുകൾ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളെ മീനാക്ഷി ചേച്ചിയും രാജുവേട്ടനും താമസിക്കുന്ന ഈ വീട് എന്നുള്ളത്. തൊട്ടു മുൻപ് കയറി കടക്കാൻ ഒരു ഇടമില്ലാത്തതുപോലെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ ചോർന്നൊലിക്കുന്ന വീട് എന്നുള്ള ഒരു വലിയ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകളാണ്. വീടില്ലാത്ത 20 പേർക്ക് ആദ്യഘട്ടത്തിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പദ്ധതിയിലൂടെ കഴിയും. പഞ്ചായത്തിന്റെ ആദ്യ പരിഗണനയും ഇതുതന്നെയാണ്. സംസ്ഥാനത്താകെ 11,340 കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രകാരം വീടുകൾ അനുവദിച്ചത്. കൈരളി ന്യൂസ്, വയനാട്.